ദൈവനാമത്തിൽ സ്നേഹവന്ദനം. കഴിഞ്ഞ ചില എപ്പിസോഡുകളിൽ തുടർച്ചയായി നമ്മൾ പഠന വിഷയമായി കേട്ടുകൊണ്ടിരുന്നത് അന്ത്യകാല സംഭവങ്ങൾ, അന്തിമ യുദ്ധങ്ങൾ, ഭൂകമ്പങ്ങൾ, പകർച്ചവ്യാധികൾ, മാരക രോഗങ്ങൾ എന്നിങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ കഴിഞ്ഞ ചില എപ്പിസോഡുകൾ നമ്മൾ കേട്ടുകൊണ്ടിരുന്നതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ ഈ ഭാഗം പറയുവാൻ ഉദ്ദേശിക്കുന്നത്. മൂന്നാം ലോക മഹായുദ്ധം എന്ന കേൾവി ഈ അടുത്ത ചില മാസങ്ങളായി ന്യൂസ് ചാനലുകൾ കൂടെ ധാരാളം നമ്മൾ കേട്ട് പരിചയിച്ചതാണ്. നൂറുകണക്കിന് വാർത്താ മാധ്യമങ്ങൾ ഉണ്ടെങ്കിലും ഊഹാപോഹങ്ങൾ കൂടെ അങ്ങനെയായിരിക്കാം, ഇങ്ങനെയായിരിക്കാം, അങ്ങനെ സംഭവിക്കാം എന്നുള്ള സംശയകരമായ നിലയിൽ അവർ ഈ വിഷയങ്ങളെക്കുറിച്ച് പറയുമ്പോൾ വിശുദ്ധ ബൈബിൾ എന്ന സത്യഗ്രന്ഥം അന്തിമ യുദ്ധങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ ലോക മഹായുദ്ധം എന്ന് പറഞ്ഞാൽ ഇനി സംഭവിക്കുവാനുള്ള യുദ്ധത്തെക്കുറിച്ചും എന്തു പറയുന്നു എന്നത് വ്യക്തമായി വിവരിച്ചിരിക്കുന്ന ചില ഭാഗങ്ങളുണ്ട്. വിശേഷാൽ യെഹെസ്കേൽ പ്രവചനവും ദാനിയേൽ പ്രവചനവും വെളിപ്പാട് പുസ്തകവുമാണ് ഇതിന്റെ കാതലായ വേദഭാഗങ്ങൾ. യെഹെസ്കേൽ പ്രവചനം 37, 38, 39 അധ്യായങ്ങളിൽ വളരെ വ്യക്തമായി അന്തിമ യുദ്ധത്തിൽ അല്ലെങ്കിൽ മൂന്നാം ലോക മഹായുദ്ധം എന്ന് പറയപ്പെടുന്ന ആ യുദ്ധത്തിൽ ഏതെല്ലാം രാജ്യങ്ങൾ ഇടപെടും, അതിന്റെ തുടക്കം എങ്ങനെയായിരിക്കും, അതിന്റെ പര്യവസാനം എങ്ങനെയായിരിക്കും എന്നതിനെ കുറിച്ച് വ്യക്തമായി പ്രവചിച്ചിട്ടുണ്ട്. ആ പ്രവചനം നിവൃത്തിയാകുന്നത് എങ്ങനെയാകുന്നു എന്നുള്ള വ്യക്തമായിട്ടുള്ള വിവരണം വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിലും കാണുവാൻ കഴിയുന്നു. വിശേഷാൽ വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം മുതൽ 18-ാം അധ്യായം വരെയുള്ള എല്ലാ അധ്യായങ്ങളിലും പറഞ്ഞിരിക്കുന്നത് 7 വർഷം നീണ്ടു നിൽക്കുന്ന അന്തിമ യുദ്ധത്തെക്കുറിച്ചാണ്. ആ യുദ്ധത്തെ അർമഗദോൻ യുദ്ധം എന്ന് വിശേഷിപ്പിക്കാം. ആ യുദ്ധത്തിന്റെ ഏറ്റവും അവസാനത്തെ അഥവാ ക്ലൈമാക്സ് എന്ന് പറയുന്നത് അതിഭയങ്കരമായ യുദ്ധത്തിന്റെ ഭീകരതയാണ്. അത് 16-ാം അധ്യായത്തിലാണ് വിവരിച്ചിരിക്കുന്നത്. കൂടുതൽ വിവരണം പറയാതെ തന്നെ വിശുദ്ധ ബൈബിൾ പറഞ്ഞിരിക്കുന്ന സത്യമായ പ്രവചന ഭാഗങ്ങൾ വായിച്ച് കേൾപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ നിന്നും കൂടുതൽ വിവരണങ്ങൾ പറഞ്ഞു പോകുവാൻ സമയക്കുറവായതുകൊണ്ടാണ് ഞാൻ വേദഭാഗത്തിലേക്ക് തിരികുകയാണ്. ഈ വാർത്ത കേൾക്കുമ്പോൾ കേൾവിക്കാരെല്ലാവരും ജാഗ്രതയുള്ളവരായിരിക്കണമെന്നും വൻ യുദ്ധവും രാജ്യങ്ങളെ തകർത്ത് തരിപ്പണമാക്കുന്ന മിസൈൽ വർഷവുമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് വർദ്ധിച്ചു വരികയും ചെയ്യുന്നു. ഇത് ഒരു അന്തിമ യുദ്ധമാണ്. യെഹെസ്കേൽ പ്രവചനം 38-ാം അധ്യായം 19-ാം വാക്യം ഇവിടെ വായിക്കുന്നു. അന്നാളിൽ നിശ്ചയമായിട്ട് ഇസ്രയേൽ ദേശത്ത് ഒരു വലിയ ഭൂകമ്പം ഉണ്ടാകും. യെഹെസ്കേൽ പ്രവചനം 37, 38, 39 അധ്യായങ്ങളിലായി കിടക്കുന്ന ഭൂതലത്തിലെ രാഷ്ട്രങ്ങൾ എങ്ങനെ അണിചേരുമെന്നും എവിടെ നിന്ന് വരുന്നു എന്നതിനെ കുറിച്ച് പ്രവചിച്ചിരിക്കുന്ന ഭാഗങ്ങളാണ് ഇവിടെ വായിക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്നാൽ എല്ലാ ഭാഗങ്ങളിൽ നിന്നും വാക്യങ്ങൾ വായിച്ചു കേൾപ്പിക്കുവാൻ കഴിയുകയില്ല. വളരെ അത്യാവശ്യമായും വ്യക്തമായും അറിഞ്ഞിരിക്കേണ്ട ചില ഭാഗങ്ങൾ വായിച്ചു കേൾപ്പിക്കുകയാണ്. യെഹെസ്കേൽ പ്രവചനം 38-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ റോസ്, മേശക്, തൂബേൽ എന്നിവയുടെ പ്രഭുവായ ഗോഗേ എന്ന ചില രാജ്യങ്ങളെ കുറിച്ച് വായിച്ചു തുടങ്ങുന്നു. അവയെക്കുറിച്ച് വീണ്ടും വ്യക്തമാക്കുന്ന 3-ാം വാക്യം ഇവിടെ വായിക്കുന്നു.
യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, രോസ്, മേശക്, തൂബൽ എന്നിവയുടെ പ്രഭുവായ ഗോഗേ, ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. വീണ്ടും ഇതിന്റെ 5-ാം വാക്യത്തിൽ വരുമ്പോൾ, പാർസികൾ, കൂശ്യർ, പൂത്യർ, ഗോമോര്യർ, അവന് എല്ലാ പടക്കൂട്ടങ്ങളും, വടക്കേ അറ്റത്തുള്ള തോമർഗ ഗൃഹവും അതിന് എല്ലാ പടക്കൂട്ടങ്ങളും എന്നിങ്ങനെ പല ജാതികളെയും നിന്നോടുകൂടെ പുറപ്പെടുവിക്കുമാറാക്കും. ഇത്രയും വായിച്ചതുകൊണ്ട് ഇവ കേട്ട് പരിചയമില്ലാത്തവർക്ക് മനസ്സിലാക്കുവാൻ പ്രയാസമാണെന്നറിയാം. എങ്കിലും ഈ വായിച്ച രാജ്യങ്ങളെ കുറിച്ചുള്ള പേരുകൾ ഇന്നത്തെ ഏത് പേരിലാണ് അറിയപ്പെടുന്നത് എന്നത് നോക്കാം. ഇപ്പോൾ യുദ്ധവും ക്ഷാമവും പകർച്ചവ്യാധികളും മാരകമായ രോഗങ്ങളും ഒക്കെയും ദൈവവചനത്തിൽ പറയുന്ന പ്രവചന നിവൃത്തിയായി നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ രാജ്യം രാജ്യങ്ങളോട് എതിർക്കുമെന്നും, പ്രത്യേകിച്ച് ഇസ്രായേലിനുള്ള ബന്ധത്തിൽ അതിൻ്റെ പരിസരങ്ങളിൽ ചുറ്റുവട്ടമായി കിടക്കുന്ന മഹമ്മദീയ രാജ്യങ്ങളും അതിൻ്റെ പിന്നിൽ വേറെ പല രാജ്യങ്ങളും ഒരുപോലെ ഇസ്രായേലിന് എതിരായി നിൽക്കുന്നുവെന്നത് ഇന്നത്തെ ലോക വാർത്താ മാധ്യമങ്ങൾ കൂടെ ജനം മനസ്സിലാക്കിയിരിക്കുന്നതാണ്. അപ്പോൾ തന്നെ ബൈബിൾ പറയുന്ന വിഷയങ്ങൾ നോക്കുക. ഇസ്രായേലിന് എതിരായി കിടക്കുന്ന രാജ്യങ്ങളിൽ റോസ് ആദ്യത്തെ രാജ്യമായിട്ട് പറയും, അതായത് മധ്യ റഷ്യ, മേശക് അത് വെസ്റ്റേൺ റഷ്യ, തൂബൽ എന്ന് പറയുന്ന ഈസ്റ്റേൺ റഷ്യ എന്നിവിടെ പ്രഭുവായ ഗോഗേ, ഗോഗേ എന്ന് പറയുന്നത് റഷ്യ. പല രാജ്യങ്ങളുടെ തലവനായി മുന്നിൽ നിൽക്കുന്ന റഷ്യയെക്കുറിച്ച് ബൈബിൾ ആ പ്രവചനമായി ദൈവത്തിന്റെ അരുളപ്പാടുകൾ വീണ്ടും ശ്രദ്ധിക്കുക. ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. അതിന്റെ കാരണം ദൈവത്തിന്റെ സ്വന്തം ജനമായ ഇസ്രായേലിന് എതിരായി എപ്പോഴും ആയുധവുമായി വരുന്ന രാജ്യങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ അരുളപ്പാടാണ്. 6-ാം വാക്യത്തിൽ പാർസികൾ, കൂശ്യർ, പൂത്യർ, ഗോമേര്യർ എന്ന് പറഞ്ഞാൽ, പാർസികൾ എന്ന് പറയുന്നത് ഇന്നത്തെ ഇറാനാണ്. ഇറാനും അനുബന്ധ അവരുടെ ആയുധമായി നിൽക്കുന്ന ചില തീവ്രവാദ ഗ്രൂപ്പുകൾ, സംഘങ്ങൾ ഇതിനകത്ത് വരും. പാർസികൾ. കൂശ്യർ എന്ന് പറഞ്ഞാൽ എത്യോപ്യക്കാരാണ്. പൂത്യർ എന്ന് പറഞ്ഞാൽ ലിബിയയാണ്. ഗോമർ എന്ന് പറഞ്ഞാൽ ജർമ്മനിയാണ്. അത് പോയിട്ട് അവരുടെ എല്ലാ പടക്കൂട്ടങ്ങളും വടക്ക് അറ്റത്തുള്ള തോമർഗ ഗൃഹവും, അതായത് നോർത്തേൺ റഷ്യയും തുർക്കി, ഇതെല്ലാം വടക്കേ ഭാഗത്ത്, ഇസ്രയേലിന്റെ വടക്കേ ഭാഗത്ത് കിടക്കുന്ന രാജ്യങ്ങളാണ്. എന്ന് പറഞ്ഞാൽ ഈ ചാർട്ടിൽ കൂടെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാക്കുവാൻ കഴിയും. ആ ചാർട്ടിന്റെ തെക്ക് ഭാഗം എന്ന് പറയുന്നത് മെഡിറ്ററേനിയൻ സമുദ്രത്തിന്റെ തെക്ക് ഭാഗം, ആഫ്രിക്ക ഭൂഖണ്ഡത്തിന്റെ ഒരു എൻഡാണ്. ആ മെഡിറ്ററേനിയൻ സമുദ്രത്തിന്റെ വലത്തു ഭാഗം വരുമ്പോൾ ഇസ്രയേലിന്റെ ഭാഗമാണ്. അതിന്റെ നോർത്ത് ഭാഗം എന്ന് പറയുന്നത് സിറിയൻ അന്ത്യോക്യയും അതിന് മുകളിലോട്ടുള്ള ഭാഗമാണ്. ഏഷ്യ മൈനർ അതിന് മുകളിലോട്ടുള്ള ഭാഗമാണ്. അതാണ് കിഴക്കേ ഭാഗം. ആ കിഴക്കേ ഭാഗത്തുള്ള രാജ്യങ്ങളെ കുറിച്ചാണ് ഇവിടെ വായിച്ചത്. എപ്പോഴും ഇസ്രായേലിനെതിരായി നിൽക്കുന്ന രാജ്യങ്ങളാണ്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ധാരാളം യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും അതിശക്തമായി പോരാടാൻ തക്കവണ്ണം അവരുടെ ആധുനിക ആയുധങ്ങളെ, ആണവായുധങ്ങളെ ശക്തമായി ഉപയോഗിക്കത്തക്കവണ്ണമുള്ള ഒരുക്കത്തിലുമാണ്. ഏത് നിലയിലായാലും ഇസ്രായേലിനെ ഭസ്മീകരിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് അവർ മുന്നോട്ട് വരുന്നത്. ഈ അന്ത്യനാളുകളിൽ ഇങ്ങനെ ഇസ്രായേലിന് ചുറ്റും കിടക്കുന്ന 22 അറബ് രാഷ്ട്രങ്ങളും അതിനും പുറകിൽ ചുറ്റുവട്ടമായി കിടക്കുന്ന 55 മഹമ്മദീയ രാജ്യങ്ങളും എല്ലാം ഒരുപോലെ ഇസ്രായേൽ എതിരായി അണിനിരക്കുന്ന ഒരു സമയം വരും. ആ സമയം
ദൈവം ഇടപെടുന്ന ഇടപാടുകളെ കുറിച്ച് യെഹെസ്കേൽ പ്രവചനം 38 അധ്യായത്തിന്റെ 18 വാക്യം പ്രകാരം വായിക്കുന്നു. ഇസ്രായേൽ ദേശത്തിന് വിരോധമായി ഗോഗ് വരുന്ന അന്നാളിൽ എന്റെ ക്രോധം എന്റെ മൂക്കിൽ ഉജ്ജ്വലിക്കും. അതിന് കാരണം ദൈവം തിരഞ്ഞെടുത്ത ജാതിയും ദൈവത്തിന്റെ സ്വന്തം ജനമെന്നും ദൈവം അവകാശപ്പെടുന്നതാണ് ഇസ്രായേൽ ജനം. ആ ഇസ്രായേൽ ജനത്തിന് എതിരായി നിൽക്കുന്ന ഏത് രാഷ്ട്രത്തോടും ഏത് രാഷ്ട്ര തലവന്മാരോടും ദൈവം എതിരായി നിൽക്കുമെന്നും ദൈവത്തിന്റെ ക്രോധം അവരുടെ നേരെ ഉജ്ജ്വലിക്കും എന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് എങ്ങനെ സംഭവിക്കും എന്നുള്ളത് താഴോട്ട് വായിക്കുമ്പോൾ, അന്നാളിൽ നിശ്ചയമായിട്ട് ഇസ്രായേൽ ദേശത്ത് ഒരു വലിയ ഭൂകമ്പം ഉണ്ടാകും. ഭൂകമ്പം വരുത്തി വെക്കുന്ന വിന എന്ന് പറയുന്നത് അതിഭയങ്കരമാണ്. റിക്ടർ സ്കെയില് 7, 8, 9 പോയിന്റൊക്കെ ഉള്ള വൻ ഭൂകമ്പങ്ങൾ പല രാജ്യങ്ങളിലും നടന്നിട്ടുണ്ട്. ഈ ഭൂകമ്പങ്ങളുടെ കാര്യം പറയുമ്പോൾ ലോകരാജ്യങ്ങളിൽ ഒരു ദിവസം 55 ഭൂകമ്പങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുവെന്ന. അപ്പോൾ തന്നെ 20,000 ഭൂകമ്പങ്ങൾ ഒരു വർഷം ഉണ്ടാകുന്നുണ്ട്. ഈ സമീപ കാലഘട്ടത്തിൽ തന്നെ 5 ലക്ഷം ഭൂകമ്പങ്ങൾ വിവിധ രാജ്യങ്ങളായി ഉണ്ടായിട്ടുണ്ട്. അത് ഭൂകമ്പം മാത്രമല്ല, കരയിൽ അത് സംഭവിക്കുമ്പോൾ ഭൂകമ്പം നിന്നും സമുദ്രത്തിന്റെ അടിത്തട്ടിൽ നിന്നും ഉത്ഭവിച്ച് പുറത്തേക്ക് വരുന്ന ഭൂകമ്പം അത് സുനാമികളായിട്ട് മാറുന്നു. അതിശക്തമായ ഭൂകമ്പങ്ങളും ഒപ്പം സുനാമികളും ഒരുമിച്ച് അറ്റാക്ക് ചെയ്യുന്നതാണ് ആ പ്രകൃതി ദുരന്തങ്ങളിൽ ഒന്ന്. ലക്ഷക്കണക്കിന് ആളുകൾ അതിൽ നിന്നും മരണപ്പെട്ടു പോകുന്നു. അവിടെ സമ്പാദ്യങ്ങൾ നശിക്കുന്നു, വീടുകൾ എല്ലാം തകർന്നു പോകുന്നു. അപ്രകാരമുള്ള ഭയങ്കരമായ കൊടുങ്കാറ്റും ചുഴലിക്കാറ്റും ഒപ്പം സുനാമിയും ഉണ്ടാകത്തക്കവണ്ണം ഭൂമിയുടെ സമുദ്രത്തിന്റെ അടിത്തട്ടിൽ നിന്നും ശക്തമായി പ്രഷർ പൊങ്ങി വരുന്ന ഭൂകമ്പമാണ്. അങ്ങനെയുള്ള ഒരു ഭൂകമ്പത്തെ കുറിച്ച് പറയുമ്പോൾ പ്രിയമുള്ളവരെ, നമ്മൾ ധാരാളം ഭൂകമ്പങ്ങളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഇന്ത്യയിലും നോർത്തേൺ ഭാഗങ്ങളിൽ നടന്നിട്ടുള്ള മറക്കുവാൻ കഴിയാത്ത വൻ ഭൂകമ്പങ്ങളെ കുറിച്ചും നമ്മുടെ ഓർമ്മയിൽ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ഭൂകമ്പങ്ങൾ പോലെ മിഡിൽ ഈസ്റ്റിലും ഭൂകമ്പങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇസ്രായേലിൽ ചെറിയ ചെറിയ ഭൂകമ്പങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് വലിയ നാശനഷ്ടങ്ങൾ വരുത്തിയിട്ടില്ല. എങ്കിലും ഈ 2000 വർഷത്തിനിടയിൽ അതിശക്തമായ ഭൂകമ്പങ്ങളൊന്നും അവിടെ ഉണ്ടായിട്ടില്ല. പക്ഷി ചുറ്റിപ്പറന്ന് കാക്കുന്നത് പോലെ യഹോവയായ ദൈവം ഇസ്രായേൽ ജനത്തിന് ചുറ്റും മതിലായിരിക്കുക, അഗ്നിമതിലായി ദൈവം അവരെ സൂക്ഷിക്കുകയാണ്. ദൈവത്തിന്റെ സംരക്ഷണത്തിൽ ദൈവത്തിന്റെ പാദപീഠമായിട്ടാണ് ഭൂമിയെക്കുറിച്ച് പറയുന്നത്. പാദപീഠം എന്ന് പറയുമ്പോൾ ഭൂമിയുടെ മധ്യഭാഗമാകുന്നത് ഇസ്രായേൽ എന്ന രാജ്യമാണ്. ആ ഇസ്രായേൽ എന്ന രാജ്യത്തിൽ പ്രകൃതി ദുരന്തങ്ങൾ വളരെ കുറവാണ്. എന്നാൽ ശത്രു രാജ്യങ്ങളിൽ നിന്നുള്ളതായ എതിരുകൾ വളരെ വലുതുമാണ്. അന്നാളിൽ എന്ന് പറഞ്ഞിരിക്കുന്നത് ലോക മഹായുദ്ധം എന്ന് വിശേഷിപ്പിക്കാവുന്ന രാജ്യങ്ങൾ ഒത്ത് അണിചേർന്ന് അതിഭയങ്കരമായ ഒരു യുദ്ധത്തിലേക്ക് വരുന്ന ഇസ്രയേലിനോട് അതിശക്തമായി വൃത്തിക്കുന്ന ഒരു യുദ്ധത്തിന്റെ കാലയളവിൽ അന്നാളിൽ, അതാണ് ആ വാക്കിന്റെ അർത്ഥം, അന്നാളിൽ നിശ്ചയമായിട്ട് ഇസ്രായേൽ ദേശത്ത് ഒരു വലിയ ഭൂകമ്പം ഉണ്ടാകും. ആ ഭൂകമ്പത്തിന്റെ തീവ്രതയെക്കുറിച്ച് താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുന്നു. മലകൾ ഇടിഞ്ഞു പോകും, കടും തൂക്കങ്ങൾ വീണുപോകും, എല്ലാം മതിലും നിലംപരിചാകും. ഞാൻ എൻ്റെ സകല പർവ്വതങ്ങളോടും അവന്റെ നേരെ വാളെടുപ്പാൻ കൽപ്പിക്കും എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. ഓരോരുത്തന്റെ വാൾ അവനവന്റെ സഹോദരന് വിരോധമായിരിക്കും. ഞാൻ മഹാമാരി കൊണ്ടും രക്തം കൊണ്ടും അവനെ ന്യായം വിധിക്കും. ഞാൻ അവന്റെ മേലും അവന്റെ പടക്കൂട്ടങ്ങളുടെ മേലും
അവനോട് കൂടെയുള്ള സകല ജാതികളുടെ മേലും പെരുമഴയും വലിയ ആലിപ്പഴവും തീയും ഗന്ധവും വർഷിപ്പിക്കും. ഇത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഈ പശ്ചിമേഷ്യയിലെ യുദ്ധം മറ്റ് അറബി രാഷ്ട്രങ്ങൾ കൂടെ അണിചേർന്ന് റഷ്യയുടെ നേതൃത്വത്തിൽ അതിഭയങ്കരമായ യുദ്ധത്തിലേക്ക് വരും. ആ യുദ്ധത്തെ കുറിച്ച് പറയുമ്പോൾ മഴക്കോൾ പോലെ, അതായത് 38-ാം അധ്യായത്തിന്റെ യെഹെസ്കേൽ പ്രവചനം 38-ാം അധ്യായത്തിന് 9-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ മഴക്കോ പോലെയും മേഘം പോലെയും ദേശത്തെ മൂടുന്ന ഒരു അനുഭവത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ശത്രു രാജ്യങ്ങളുടെ യുദ്ധവിമാനം ഇസ്രായേൽ രാജ്യത്തിന് മുകളിൽ അതിശക്തിയോടുകൂടെ ഇസ്രായേലിനെ ഭസ്മീകരിക്കത്തക്കവണ്ണം അവർ ആയിത്തീരും. ആ സന്ദർഭത്തിൽ ഒരു രക്ഷയുമില്ലാതെ ഇസ്രായേൽ ജനം ഒറ്റപ്പെട്ടു പോകും. ഇസ്രായേൽ ജനത്തിന്റെ കയ്യിലുള്ള ആയുധങ്ങൾ മുഴുവനും അവർ ഉപയോഗിച്ച് തീരുന്ന സമയമായിരിക്കും. ശത്രു രാജ്യങ്ങളിൽ നിന്നും വരുന്ന ഈ യുദ്ധവിമാനങ്ങളെയോ മറ്റ് പവർഫുൾ മിസൈലുകളെ ഒന്നും അവർക്ക് നേരിടാൻ കഴിയാതെ വണ്ണം, ഞങ്ങളിൽ ആരും ശേഷിക്കാതെ വണ്ണം ഇസ്രായേൽ രാജ്യം ഭസ്മീകരിക്കപ്പെടും, ഈ ഭൂമുഖത്ത് കാണുകയില്ല, ഞങ്ങൾ എല്ലാവരും അവസാനിക്കുമെന്നുള്ള ഒരു ചിന്തയിലേക്ക് അവർ വരും. അങ്ങനെ വരുമ്പോൾ അവരുടെ രക്ഷകനും അവരുടെ വീണ്ടെടുപ്പുകാരനുമായ അവരുടെ മഹാദൈവമായ യഹോവയെങ്കിലേക്ക് കണ്ണുകൾ ഉയർത്തും. യാഹ്വേ സബായോ അനാഹത് ഹോസിയ, സൈന്യങ്ങളുടെ യഹോവേ ഞങ്ങളെ രക്ഷിപ്പാൻ വരയണമേ, ഞങ്ങൾക്കിനി രക്ഷയില്ല, ഞങ്ങളുടെ രക്ഷകനായി അങ്ങ് എഴുന്നേൽക്കണമേ, ഞങ്ങൾക്ക് വേണ്ടി അവിടെ യുദ്ധം ചെയ്യണമേ എന്ന് ഉറക്ക നിലവിളിയോടുകൂടെ സൈന്യങ്ങളുടെ യഹോവയായ ദൈവത്തിങ്കിലേക്ക് അവർ കണ്ണുകൾ ഉയർത്തും. ആ സമയം കർത്താവ് മേഘാരൂഢനായി ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും കാണത്തക്കവണ്ണം അവരെ രക്ഷിക്കുന്ന രക്ഷകനായി, ഇസ്രായേലിന്റെ വീണ്ടെടുപ്പുകാരനായി, ഇസ്രായേലിന്റെ രാജാതിരാജാവും കർത്താവുമായ യേശു സ്വർഗത്തിൽ നിന്നും അഗ്നിജ്വാലയിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു പ്രത്യക്ഷതയുണ്ട്. അഗ്നിജ്വാലയിൽ പ്രത്യക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ അവൻ മേഘത്തെ തേരാക്കി ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു. ഏത് കണ്ണും അവന് കുത്തിത്തുളച്ചവരും അവനെ കാണത്തക്കവണ്ണം വരുന്നു. ഈ യഹൂദന്മാരുടെ നിലവിളി അവിടെ തുടങ്ങുമ്പോൾ കർത്താവ് യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവന്റെ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് വരുന്നു. അതിന് മഹത്വ പ്രത്യക്ഷത എന്നാണ് പറയുന്നത്. സ്വർഗത്തിൽ നിന്നും ക്രിസ്തുവും ശക്തിയേറിയ ദൂതന്മാരും ക്രിസ്തുവിന്റെ സഭയായ വിശുദ്ധന്മാരും ഒരുമിച്ച് സ്വർഗീയ സൈന്യമായി സ്വർഗത്തിൽ നിന്നും ഈ ഭൂമിയിലേക്ക് മധ്യഭാഗത്തിലേക്ക് വരും. അതിന്റെ പ്രവചന വാക്യമാണ് ഇതാ ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവനും കാണത്തക്കവണ്ണം മേഘാരൂഢനായി വരുന്നു എന്നുള്ള വാക്യം. അത് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിലാണ് വായിക്കുന്നത്. കർത്താവിന് മഹത്വം. ഇവയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന വെളിപ്പാട് പുസ്തകത്തിലെ ഒരു വേദഭാഗം കൂടെ ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കട്ടെ. വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായം 17 മുതൽ 21 വരെയുള്ള വാക്യങ്ങളാണ്. അതിൽ 18-ാം വാക്യം മുതൽ ഞാൻ വായിക്കട്ടെ. യെഹെസ്കേൽ പ്രവചനം 38-ാം അധ്യായത്തിൽ അന്നാളിൽ യെരുശലേമിൽ വലിയൊരു ഭൂകമ്പം ഉണ്ടാകും എന്ന് പറഞ്ഞിട്ട് വലിയ കൽമഴയും ഒപ്പം തീയും ഒക്കെ ഇറങ്ങി വരുന്നതിനെ കുറിച്ച് അവിടെ വായിച്ചു. ആ പ്രവചന ഭാഗങ്ങളുടെ നിവൃത്തി 16-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ വായിക്കുന്നു. മിന്നലും നാദവും ഇടിമുഴക്കവും വലിയ ഭൂകമ്പവും ഉണ്ടായി. മിന്നലും നാദവും ഇടിമുഴക്കവും ഏതൊരു ഭൂകമ്പത്തിന്റെയും മുന്നോടിയായി സംഭവിക്കുന്ന ഇരമ്പൽ ശബ്ദമാണ്. അതിനോട് ചേർന്ന് വലിയ ഭൂകമ്പവും ഉണ്ടായി. അവയെക്കുറിച്ച് എഴുതിയിരിക്കുന്നു, ഭൂമിയിൽ മനുഷ്യർ ഉണ്ടായത് മുതൽ അതുപോലെ അത്ര വലുതായൊരു ഭൂകമ്പം ഉണ്ടായിട്ടില്ല. വീണ്ടും പറയുന്നു, മഹാനഗരം 3 അംശമായി പിരിഞ്ഞു, ജാതികളുടെ പട്ടണങ്ങളും വീണുപോയി.
മഹാനഗരം മൂന്നംശമായി പിരിഞ്ഞുവെന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ ഭൂതലത്തിൽ അനേക വലിയ രാജ്യങ്ങളുണ്ട്, അനേക പട്ടണങ്ങളുണ്ട്. ആ പട്ടണത്തോട് ബന്ധപ്പെടുത്തിയുള്ള ഒരു ഭാഗമല്ല ഈ പറയുന്നത്. ഇത് ഇസ്രായേലിനെ കുറിച്ച് മാത്രം പറയുന്ന പ്രവചനമാണ്. മഹാനഗരം മൂന്നംശമായി പിരിയുന്നു. വീണ്ടും അതിന്റെ 20-ാം വാക്യത്തിൽ വായിക്കുന്നു, സകല ദീപം ഓടിപ്പോയി, മലകൾ കാൺമാനില്ലാതെയായി, താലന്തോളം കനമുള്ള കല്ലായ വലിയ കൽമഴ ആകാശത്തിന് മനുഷ്യരുടെ മേൽ പെയ്തു. ഇതാണ് അന്തിമ കാലഘട്ടം, അന്തിമ യുഗം അല്ലെങ്കിൽ ലോകാന്ത്യം എന്നൊക്കെ പറയുന്നതിന്റെ സംഭവങ്ങളെ കുറിച്ച് ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ശക്തമായ ഭൂകമ്പം ഉണ്ടാകുമ്പോൾ സെക്കറിയ പ്രവചനത്തിൽ 14-ാം അധ്യായം അതിന് 4-ാം വാക്യം മുതൽ നിശ്ചയമായും യെരൂശലേമിൽ ഭൂകമ്പം ഉണ്ടാകുമെന്നും അത് ഒലൂമലയിലേക്ക് കർത്താവ് തന്റെ വരവിന്റെ പ്രത്യക്ഷതയുടെ സമയമാകുമ്പോൾ ആ സമയത്തും ഉണ്ടാകുന്ന ഭൂകമ്പത്തോട് ബന്ധത്തിൽ ഒലൂമല പിളർന്നു മാറുമെന്നും വലിയൊരു താഴ്വര ഉണ്ടാകുമെന്നും ഒക്കെ അവിടെ പറയുന്നു. ഈ 3 പ്രവചനങ്ങളുടെയും ഒരുമിച്ചുള്ള ഒരു പഠനമാണ് വെളിപ്പാട് പുസ്തകത്തിൽ ഇവിടെ വായിച്ചത്. നോക്കുക, മഹാനഗരം മൂന്നംശമായി പിരിയത്തക്കവണ്ണം ഭൂമിയുടെ മധ്യഭാഗത്ത് ആയിരിക്കുന്ന ഇസ്രായേലിൽ സംഭവിക്കുന്നു. അപ്പോൾ തന്നെ അതിനോട് കൂടെ പറയുന്നു, ജാതികളുടെ പട്ടണങ്ങളും വീണുപോയി. ആ ഭൂകമ്പത്തിന്റെ തീവ്രതയാൽ ഇസ്രായേൽ രാജ്യത്തെ ചുറ്റിക്കിടക്കുന്നതായ മഹമ്മദീയ രാജ്യങ്ങൾ വരെ തകരത്തക്കവണ്ണം തീവ്രതയേറിയ വൻ ഭൂകമ്പമായിരുന്നു. ആ ഭൂകമ്പത്തോടുള്ള ബന്ധത്തിൽ അടുത്ത് സംഭവിക്കുന്നത് മഴക്കോൾ പോലെ, മേഘം പോലെ ആകാശത്ത് നിറഞ്ഞു വിരിഞ്ഞു നിൽക്കുന്ന യുദ്ധവിമാനങ്ങൾ, ആ മിസൈലുകൾ വന്ന് വീഴുന്ന അവസ്ഥ. ഈ സമയമാണ് കർത്താവ് തന്റെ ശക്തിയോടുകൂടി അഗ്നിജ്വാലിയിൽ പ്രത്യക്ഷപ്പെടുന്ന മഹത്വ പ്രത്യക്ഷത. ആകാശത്ത് നിന്നും മന്ദമായി ഇസ്രായേൽ കാണത്തക്കവണ്ണം വരുമ്പോൾ കൈ ഉയർത്തി ഇസ്രായേൽ ജനത്തെ അനുഗ്രഹിക്കുന്നു. ആ അനുഗ്രഹത്തിൽ കരം നീട്ടി അവരെ അനുഗ്രഹിക്കുമ്പോൾ അന്നത്തെ ഇസ്രായേൽ ജനം ഉത്തിരങ്ങളിലേക്ക് നോക്കും. കയ്യിൽ തറയ്ക്കപ്പെട്ട ആണിപ്പഴുതേറ്റ പാടുകൾ കാണും. രക്തത്തിൽ മുക്കി അങ്കി ധരിച്ചിരിക്കുന്നുവെന്നാണ് മറ്റൊരു വേദഭാഗത്തിൽ പറയുന്നത്. സകല മാനവരാശിയുടെയും പാപപരിഹാരാർത്ഥം ഇസ്രായേലിന്റെ ഹൃദയഭാഗത്ത് തന്നെ ദൈവത്തിന്റെ കുഞ്ഞാട് പരമയാഗമായി തീർന്നു. സകല മനുഷ്യർക്കും പാപപരിഹാരകനായി തീർന്നു. ആ ക്രിസ്തുവിനെ സ്വന്തം ജനമായി ഇസ്രായേൽ അംഗീകരിച്ചില്ല. അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേൽ വരട്ടെ എന്ന് നിലവിളിച്ച് ആക്രോശിച്ചപ്പോൾ അതിന്റെ ശിക്ഷ എന്നതുപോലെ അവർ ഏറ്റുവാങ്ങിയ കാലഘട്ടമായാണ് ഈ കഴിഞ്ഞ 2000-ഓളം വർഷങ്ങൾ നീണ്ട ഈ കാലഘട്ടം. എന്നാൽ അവർക്കുള്ള ശിക്ഷയുടെ ആ കാലാവധി തീരാറായപ്പോൾ കരുണാസമ്പന്നമായ ദൈവം സ്വന്തം ജനത്തെ രക്ഷിപ്പാൻ എന്നോണം തന്റെ പുത്രനായ യേശുവിനെ രാജാതിരാജാവും കർത്താതി കർത്താവുമായി ഭൂമിയുടെ മധ്യഭാഗത്ത് വരുമ്പോൾ തന്നെ പ്രത്യക്ഷപ്പെടുത്തി അവരെ ബോധ്യപ്പെടുത്തുകയാണ്. കുത്തിയെങ്കിലേക്ക് അവർ നോക്കിയിട്ട് അവർ നിലവിളിക്കുന്നു. ഏകജാതനെ കുറിച്ച് നിലവിളിക്കുമ്പോൾ നിലവിളിക്കുന്നു, ഞങ്ങളുടെ പിതാക്കന്മാർ അറിയാതെ ക്രൂശിച്ചു കൊന്നവനായ മസിയാണല്ലോ, ഞങ്ങളുടെ രക്ഷകനായ മസിയാണല്ലോ ഈ വരുന്നത്. അവർ നിലവിളിക്കും. അങ്ങനെ അവർ ഒറ്റ ദിവസം കൊണ്ട് മാനസാന്തരപ്പെടും. ആ മാനസാന്തരത്തോടുള്ള ബന്ധത്തിൽ കർത്താവ് ഭൂമിയിൽ അവരെ രക്ഷിക്കുവാൻ വരുന്ന രക്ഷയോടുള്ള ബന്ധത്തിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നു. ആ ഭൂകമ്പം നടക്കുന്ന സന്ദർഭത്തിൽ ചുറ്റുപാടുമുള്ള രാജ്യങ്ങൾ തകരുന്നു. ഒപ്പം സ്തോത്രം, ഈ യുദ്ധത്തിൽ ഇടപെട്ടിരിക്കുന്ന രാജ്യങ്ങൾ എന്ന് പറയുന്ന ഒരേ ജാതിക്കാരാണ്. അവർ തമ്മിൽ ഫൈറ്റ് ചെയ്ത് തമ്മിൽ യുദ്ധം ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. അങ്ങനെ ഈ ഭൂമിയിൽ അവസാനത്തെ ഏറ്റവും വലിയ യുദ്ധം പര്യവസാനിക്കും. ഇതാണ് 3-ാം ലോക മഹായുദ്ധത്തിന്റെ അവസാന സന്ദർഭം എന്ന് പറയുന്നത്. ഇതിനെ തുടർന്നുള്ള ചില കാര്യങ്ങൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് ചിന്തിക്കാം.